ഫതുൽ വെണ്ടക്കാശത്ത് കൊടുത്തണ്ട വസുന്ന ദിക്റുൻ ദുആഉൻ സിർറൻ അഖിബഹ ഐ അസ്സലാത്തി വസുന്ന ദിക്റുൻ ദുആഉൻ ദിക്റുൻ ദുആയും സുന്നത്താണ് സിർറൻ പതുക്കെ രഹസ്യമായി പതുക്കെ സുന്നത്താണ് അഖിബഹ അതിന്റെ ഉടനെ അതിന്റെ ഉപനായി അസ്സലാത്തി നമസ്കാരത്തിന്റെ ഉടനെ ദിക്റും ദുആയും സുന്നത്താണ് സിർറൻ പതുക്കെ രഹസ്യമായി ആരൊക്കെ ഐ യുസല്ലു ഇസ്റാറു ബിഹിമ അതുകൊണ്ട് രഹസ്യമാക്കൽ പതുക്കെയാക്കൽ സുന്നത്താണ് ലിമുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്ന മനുഷ്യന് മഅ്മൂമിനും ഇമാമിനും ലം യുരിദ് തഅദീമൽ ഹാദിരീന വലാ തഅമീനഹും ബിദുആഇഹി ബിസമാഇഹി മഅ്മൂമുകളെ പഠിപ്പിക്കാൻ അങ്ങനെ അവർ ആമീൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇമാം ഒഴികെ മഅ്മൂമുകൾക്ക് ദുആ പഠിപ്പിക്കണം. ആ ദുആ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ അവരൊക്കെ പറയാം. അങ്ങനെ അവർ ആമീൻ പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരൊക്കെ പറയാം. അല്ലാത്ത ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരുമൊക്കെ പതുക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മാത്രമല്ല ഈ ഫത്ഹുൽ മുഈനിൽ ശൈഖ് ദുർദീൻ മഖ്ദൂമി പറയുകയാണ് ഖാല ശാഫിഈ ഇമാം ഷാഫി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇമാം ഷാഫി പഠിപ്പിക്കുന്ന ആശയം എന്താണെന്നോ ഖാല ശാഫിഈ ഫിൽ ഉമ്മി അഖ്താറു ലിൽ ഇമാമി വൽ മഅ്മൂമി അൻ യദ്കുറുല്ലാഹ തആല ബഅദ السلام من الصلاة ويخفيا الذكر إلا أن يكون إماما يريد أن يتعلم منه فيجهر حتى يرى أنه قد تعلم منه ثم يسر. ഇമാം ഷാഫി കിതാബുൽ ഉമ്മിൽ പറയുന്നു ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ നമസ്കാര ശേഷം പതുക്കെയാണ് ദിക്ർ വേണ്ടത്. അതവർ പതുക്കെയാക്കണം. ഒരു സന്ദർഭത്തിലൊഴികെ ഇമാമാണെങ്കിൽ ഏത് ഇമാമ് യുരീദു ആ ഇമാം ഉദ്ദേശിക്കുന്നു ആ ഇമാമിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഇമാമാണെങ്കിൽ ഉറക്കലാക്കണം. അയാൾ ഇന്ന് പഠിച്ചുവെന്ന് മനസ്സിലായാലോ പിന്നെ പതുക്കാക്കും വേണം. പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കാം. പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചു മനസ്സിലായാലോ പിന്നെ പതുക്കെ പറയണം എന്നതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്ന അഭിപ്രായം എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ കിതാബുൽ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും പഠിപ്പിച്ച മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിലെ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് അതിന് പറഞ്ഞിട്ട് ഈ അനാചാരത്തിന് തെളിവുണ്ടാക്കുക. രണ്ടാമത്തെ കളവ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കേട്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സഹാബിമാരോടും അല്ല മുഴുവൻ മുസ്ലിയാക്കന്മാരും പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹിക്ക് ശേഷമോ മറ്റേ നമസ്കാര ശേഷമോ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന സമ്പ്രദായം പ്രവാചകനുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഒരൊറ്റ ഹദീസിലൂടെ തെളിയിക്കുകയാണെങ്കിൽ മുജാഹിദുകളും മാപ്പ് പറയാൻ തയ്യാറാണ്. അവരെ പള്ളിയിൽ അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും മുസ്ലിയാക്ക് അഭിപ്രായമുണ്ടോ ഇപ്പൊ തന്നെ എഴുതി കൊടുത്തോ. നാളെ കയറിയിട്ട് അയാൾ അവിടെ ഹദീസുണ്ട് അത് പറഞ്ഞിട്ട് പറയണ്ട. ഇപ്പൊ എഴുതി വിട്ടോ. അത് പേരോട് ഉസ്താദ് ഹദീസ് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് അദ്ദേഹം പറഞ്ഞു. ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇമാം തുർമുദി കിതാബ് ദഅവാത്ത് എന്ന അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ജാമിഅയില് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞത് എന്താ ഹദീസ്? ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് പറയുന്നു സമയത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. എപ്പോൾ ലൈലത്തൻ ആർക്കാലത്ത് ലൈലത്തുന്നാല് ലൈലത്തൻ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. എപ്പോഴാണ് പറയുന്നത്? ഹീന ഫറഗ മിനസ്സലാത്തി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച സമയത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടു എന്ന് പ്രവാചക സ്വഹാബിയായ ഇബ്നു അബ്ബാസ് പറയുകയാണ്. ഹീന ഫറഗ മിൻ സലാത്തിഹി രാത്രി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? പേരോട് ചൊല്ലിക്കേൾപ്പിച്ചുവല്ലോ. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന വയറവാലീന വലാ മുദ്ദീൻ
എന്ന് പറഞ്ഞ ദീർഘമായ പ്രാർത്ഥന ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ ജാമിഅ് കിതാബ് ദഅവാത്ത് അധ്യായത്തിൽ അവിടെ ഉദ്ധരിക്കുന്നു. ഇമാം തുർമുദി അവിടെ മാത്രമേ ആ ഹസൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വേറെ പറയണ്ട, അവിടെ മാത്രമേ ഇമാം തുർമുദി കിതാബിൽ ഈ ഹദീസ് വന്നിട്ടുള്ളൂ. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. അതിന് കൃത്യമായി പഠിപ്പിക്കുന്നു. രാത്രി റസൂല് രാത്രി നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നത് ഇബ്നു അബ്ബാസിനെ കേൾക്കുക. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീൻ, റബ്ബേ നേർമാർഗ്ഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെ ചേർക്കണം ഖുർആനെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതാണ് പേരോട് തെളിവ്. റസൂലുള്ളാഹി സുബഹിക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിന. ലൈലൻ എന്ന സുബഹിക്ക് ശേഷം മോരേമാര് പുള്ളറിയാ വെറുതെ പറയില്ല, ഇതാ ലേഖനായി കണ്ട കാഴ്ചപ്പത്. ലൈലൻ എന്ന ആ പദം വായിക്കാതെ, ഹദീസിന്റെ ആദ്യ ഭാഗം വായിക്കാതെ ആ പ്രാർത്ഥന മാത്രം ചൊല്ലി കൈയിങ്ങനെ വർത്തിച്ച് വന്നിട്ടൊന്നും പ്രയോജനമില്ല. രാത്രി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന, നബി ഒരുപാട് പ്രാർത്ഥന രാത്രി പ്രാർത്ഥിക്കാറുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, 30 വർഷം അത്രേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ പ്രാർത്ഥന സുബ്ഹിക്ക് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാണ് എന്ന് പറയുകയും എന്നിട്ട് വേറൊരു ഹദീസിന്റെ ഒരു കഷ്ണം കൂടെ അഴിമതി ചെയ്യാം. അതെന്താ? റസൂല പഠിപ്പിച്ചു, ഇദാ ദഅഉതു ഫഅമ്മിനൂ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം പറയണേ, നിങ്ങൾ ആമീൻ പറയണേ. ഞാൻ പ്രാർത്ഥിച്ചാൽ ആമീൻ പറയണേ എന്ന് റസൂല പഠിപ്പിച്ചു. കേൾക്കുമെന്ന് ചോദിക്കാം. ഈ ഹദീസിന്റെ ആദ്യത്തിന് അങ്ങനെ ഉണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, അത് ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളൊക്കെ ആമീൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സക്കാത്തുകൾ അവതരിപ്പിച്ചത്. ഇങ്ങനത്തെ എത്ര ഹദീസുകൾ ഇങ്ങനെ വലിയ ബമ്പിൽ പറയാം. ഖുർആനാണ് വലുത്, ഹദീസാണ് വലുത്. വലുതതിനെ കണ്ടാ അത് വെട്ടി മാറ്റിയിട്ട് ആളുകൾ പറ്റിക്കഴിഞ്ഞാൽ വാങ്ങുമ്പോഴേക്കറിയാം. ഈ വളകിതാബ് വെച്ചാൽ ആൾക്കാർ വിശ്വസിക്കൂല. ഖുർആനും ഹദീസും ഓടിപ്പഞ്ഞാല് നാടന്മാരെ വിശ്വസിക്കും. അത് ഞങ്ങൾക്ക് അതാ വലുതൊന്നും വെറുതല്ല. ഇതിൽ അയിമങ്ങനെ കോട്ടി മാറ്റി കൃത്രിമം കാട്ടിയിട്ട് തെളിവുണ്ടാക്കുക. ഈ നിലക്ക് ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കി ഉള്ള ഹദീസിനെ വെട്ടിമാറ്റി ഉള്ള ഹദീസ് സന്ദർഭത്തെ അടർത്തിയെടുത്ത് അപ്പോൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് ഈ അനിസ്ലാമികമായ ആചാരങ്ങൾക്ക് അനാചാരങ്ങൾക്ക് തെളിവുണ്ടാക്കുന്ന പ്രവണത ജൂതന്റെ സ്വഭാവമല്ലെങ്കിൽ ക്രിസ്ത്യാനി സ്വഭാവമല്ലെങ്കിൽ ഇബ്ലീസിന്റെ പ്രേരണ കൊണ്ടല്ലെങ്കിൽ മറ്റെന്താ പറ്റി പറയാനുള്ളത്? അതുകൊണ്ട്